വെൽക്കം ബാക്ക്. നല്ല അടിപൊളി മഴയാണ്. നമ്മൾ ഇന്ന് നമ്മളെ ബീഫ് മാരത്തോൺ തുടങ്ങുന്നത് നെടുമങ്ങാട് വാളിക്കോട്ടുന്ന് വട്ടപ്പാറ റൂട്ടാണ്. ഓക്കെ, മഴയാണ്. മഴ പരുവത്തിൽ നമുക്ക് എങ്ങനെ ഇരിക്കും നോക്കാം. അങ്ങോട്ട് പോവാം. ഇവിടെയൊക്കെ റോഡ് വീതി കൂടുന്നുണ്ട്. ഈ സൈഡ് ഉണ്ട്. ഇപ്പുറ സൈഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പുറ സൈഡ് കാണിച്ചു വിടും. ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. റോഡ് വീതി ഉണ്ടോണ്ട് അതുകൊണ്ട് ഈ ട്രെൻസിൻ്റെ ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ എടുത്ത് മാറ്റി അവർ ഒഴിഞ്ഞു പോയി. നമ്മളിവിടെ നിന്ന് ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. ഇതാണ് വട്ടപ്പാറപ്പുറ റോഡ്. ഇത് വാളിക്കോട് ഫസ്റ്റ് കടയാണ്. നമ്മൾ പാരത്തിന് തൊട്ട് മുമ്പ് ഇത് അടാർ തട്ടുകട. ഇവിടെ നമുക്കൊരു ബീഫ് നോക്കാം, ഉണ്ടാ നോക്കാം. അവിടെ ജിമ്മാണ് കേട്ടോ. അവിടെ ഞാൻ പോയിക്കൊണ്ട ജിമ്മാണ്. ആ ജിമ്മ് ഉണ്ടാ. എടാ ബീഫുണ്ടാ? ബീഫില്ലേ? ഇത് സ്പെഷ്യൽ എന്തൊരു ബീഫില്ല. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ കട സീറ്റിൽ പോയി. ഇവിടെ ബീഫില്ല. ഇവിടെ നിന്ന് നമ്മൾ ട്രിവാൻഡ്രം പോകുമ്പോൾ ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ കായ്പാടി റോഡ്. ഈ റോഡാണ് നമുക്കിപ്പോൾ ട്രിവാൻഡ്രം പോകണ ഷോർട്ട് കട്ട്. മറ്റേ റോഡ് പണി നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത നെടുമങ്ങാട് കോളേജ് ഇങ്ങനെയാണ് പോണത്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ചെറിയൊരു കടയാണ്. നോക്കാം. ഇവിടെ ബീഫ് റോസ്റ്റ് ഉണ്ട്. അവിടെ ബീഫില്ലേ? അപ്പോൾ ഇവിടെയും ബീഫില്ല. ഇത് മൊത്തം പണിയാവുമല്ലോ ഇവിടെ. ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്തും ബീഫില്ലല്ലോ. മഴ പരുവവും. നോക്കാം, കുളമാവോന്ന് അറിഞ്ഞൂടാ. ഇതാണ് നെടുമങ്ങാട് കോളേജ്. എനിക്ക് യഥാർത്ഥം പറഞ്ഞാൽ നമ്മളിവിടെ സ്ഥിരം പറഞ്ഞ സ്ഥലങ്ങളൊന്നുമില്ല. കണ്ടിട്ടുണ്ട് വണ്ടി കാറിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു കടയിൽ താഴെ ഒരു കടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ അതുവഴി വരുമ്പോൾ കഴിക്കും, ലേറ്റ് ആവണമെങ്കിൽ. ഒരു ജംഗ്ഷൻ, അടുത്ത ജംഗ്ഷൻ വന്ന് ഇവിടെ ഹോട്ടലില്ല. ഹോട്ടലില്ലാത്ത ജംഗ്ഷനാണ്. ഇവിടെ ഒരു തട്ടുകടയുണ്ട്. ഒരു ബീഫ് വേണം, ഒരു ബീഫ്. യാരം അല്ലേ? യാരം. എല്ലാവരും പേര് നേരത്തെ ഇങ്ങനെ കാണിക്കണം പറഞ്ഞേടാ. അതുകൊണ്ടാണ് ഞാൻ വലിയ സ്റ്റിക്കർ വാങ്ങിച്ചത്. പേര് കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ബീഫ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ ഈ വട്ടപ്പാറ നെടുമങ്ങാട് റോഡ് വളരെ ഡേഞ്ചറാണ്. എന്ന് വെച്ചാൽ അപ്പുറ സൈഡിൽ വണ്ടി വന്ന് അറിയാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ അറിയാം. ഓണർക്ക് അറിയാൻ പറ്റും. ഞാൻ പറയേണ്ട ആവശ്യമില്ല. കണ്ടതാ, അപ്പുറ സൈഡിൽ റോഡ് അറിയാൻ പറ്റില്ല. ഇതൊരു ജംഗ്ഷനാണ്. മെയിനായിട്ട് ഇവിടെ SVT ഹോസ്പിറ്റൽ ഇതിൻ്റെ അകത്തോട്ടാണ്. അതുകൊണ്ട് ഇതൊരു നല്ല ജംഗ്ഷനാണ്. ഇവിടെ നമുക്ക് നിർത്തിയിട്ട് അപ്പുറത്തൊരു 2 കടയുണ്ട്. അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാം. ഇവിടെ 2 കടയിൽ ബീഫ് കിട്ടുന്ന നല്ല ബെറ്റർ കടയിൽ നിന്ന് അറിയാമോ? പിന്നെ കൊള്ളാമെന്നുള്ള എവിടെയാണ്? അപ്പുറത്ത്. രണ്ടാമത്തെ ഹോട്ടൽ ഇതായിരിക്കാനാണ് സാധ്യത. മറ്റേ പയ്യൻ പറഞ്ഞ് ഇവിടെ നിന്നാണ് നല്ലതെന്ന് പറഞ്ഞത്. ഇവിടെ നോക്കാം. ഇവിടെ ബീഫുണ്ടോ? ഒരു ബീഫ് പാർസൽ. 3 കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു കടയിൽ നമ്മളതിൻ്റെ അടിയിൽ പേര് സാധാരണ ആൾക്കാർക്ക് വെളിയിൽ കൊടുക്കും. അവർ പറയും അത് കൊണ്ട് കൊള്ളാമെന്നുള്ളത്. അപ്പോൾ ഒരു ട്രോഫി കൊടുക്കും. അപ്പോൾ നേരത്തെ എന്താ പറഞ്ഞിട്ട് സ്വർണ്ണമാണോ? ട്രോഫി സ്വർണ്ണമാണോ? ന്യൂ റെസ്റ്റോറൻറ്റ്. ഇത് നല്ല ബീഫ് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല വറുത്തരച്ച ഒരു സാധനമുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ നമ്മളെ പബ്ലിക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ വളവിൽ വളഞ്ഞു വന്ന സ്ഥലം കാണാൻ നല്ല ഭംഗിയാണല്ലേ. അങ്ങനത്തെ സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്കൂടെ ഉണ്ട്. വട്ടപ്പാറ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടയും കൂടെ കവർ ചെയ്യണം. ഒരു കട കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കട ഇതായിരിക്കാനാണ് സാധ്യത. ഞാൻ ഇറങ്ങി നോക്കട്ടെ.
ബീഫുണ്ടോ? ഒരു ബീഫ്. ഈ ചിക്കൻ ഫ്രൈയുടെ പൊടിക്കൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് കണ്ടപ്പോൾ തോന്നിയാണ് ഇതൊരു തേങ്ങ കൂടുതൽ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ചേർക്കുന്നത്. അതിലൊരുപാട് ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് അല്ലേ? എത്രയാണിത്? വാവ തട്ടുകട. ഇനി നമ്മൾ ഇത് ആരെ കൊണ്ട് കഴിപ്പിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ബീഫ് മാരത്തോൺ എന്നൊരു പ്രോഗ്രാമാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് നിർമ്മങ്ങാടം തുടങ്ങി വട്ടപ്പറ വരെ 3 കടയിൽ കയറിയിട്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബീഫ് ഇതിൻ്റെ അടിയിൽ പേരെഴുതിയിട്ടുണ്ട് എല്ലാവരും 3 കടയിൽ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ കഴിച്ചിട്ട് കൃത്യമായിട്ടുള്ള ടേസ്റ്റ് പറയണം. അപ്പോൾ ആ ടേസ്റ്റുള്ളവർക്ക് നമ്മൾ ട്രോഫി കൊടുക്കുക. അതാണ് നമ്മളെ ഈ ബീഫ് മാരത്തോണിൻ്റെ പ്രത്യേകത. അപ്പോൾ ആരെങ്കിലും ഒരാൾ ടേസ്റ്റ് ചെയ്യണം. ആരാണ് നോക്കണത്? അപ്പോൾ പേരെന്താണ്? ശ്രീരാജാണ് നോക്കണത്. നോക്കിയോ, ഒരു പീസ് ഒരേ പീസായിട്ട് എടുത്ത് കഴിച്ചു നോക്കും. അപ്പം പയ്യൻ പറഞ്ഞിരിക്കണ ഇതാണ്. ഇതിൻ്റെ അടിയിലെ പേര് കാണാൻ പറ്റും? ലൈറ്റില്ല. അപ്പം ന്യൂ റെസ്റ്റോറൻ്റ് ആണ് നമ്മളെ ട്രോഫി അടിച്ചിരുന്നത്. അപ്പോൾ താങ്ക് യു ചേട്ടാ. നിങ്ങളാണ് പ്രൈസ് അടിച്ചത്. വാലിക്കോട്ടിൽ നിന്ന് തുടങ്ങി നമ്മൾ വട്ടപ്പറവരെ പോയാൽ നമ്മൾ പബ്ലിക്കിനെ കൊണ്ടാണ് കഴിപ്പിച്ചത്. സാധാരണ അതിൻ്റെ അടിയിൽ പേരെഴുതി ഒട്ടിക്കും. അപ്പോൾ അറിയാൻ പറ്റൂല. കഴിച്ചിട്ട് നമ്മളിതിന് അടിയിൽ നോക്കിയപ്പോൾ നിങ്ങളെ പേരാണ്. അപ്പം നല്ല സൂപ്പർ ബീഫായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇതാ വാങ്ങിച്ചോളണം. ഓക്കെ. വട്ടപ്പാറ പോണ വഴിയിൽ ബാങ്കോട് ന്യൂ റെസ്റ്റോറൻ്റാണ്. തൊട്ടടുത്ത് SVT ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ബോർഡൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. ജസ്റ്റ് ഒന്ന് കയറി നിങ്ങൾ കഴിച്ചു പോകുക. പബ്ലിക്ക് പറഞ്ഞ ഒപ്പീനിയനാണ്, ഞാൻ പറഞ്ഞതല്ല. ഓക്കെ. അപ്പോൾ അടുത്ത ബീഫ് മാരത്തോൺ പുതിയൊരു റൂട്ടുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നത് തൊളിക്കോട് ഏരിയയിലോട്ട് വരാമെന്നാണ്. നല്ല ഭയങ്കരമായിട്ട് ഭീകര മഴയായിരുന്നു. നമ്മൾ പെട്ടെന്ന് എപ്പിസോഡ് എടുത്ത് പോയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ മസ്റ്റായിട്ട് വരും. ഓക്കെ.